അപ്പം ഇന്ന് നമ്മളിതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ അടുപ്പിച്ച് വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കലുണ്ട്. മക്കളൊക്കെ പോയി അവരുടെ അച്ഛൻ്റെ വീട്ടിലേക്ക്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ ദിവസമാണ്. ചെറിയ ദിവസമല്ല, ദിവസത്തിന് അതിൻ്റെതായ വലിപ്പമുണ്ട്. കൊച്ചു കൊച്ചു സംഭവങ്ങളൊക്കെ. ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ മീൻ ഇതാണ് ഫ്രണ്ട്സ്. കണ്ട, ഇത് നിങ്ങൾ എന്താ പറയേ? ഞങ്ങളിവിടെ ഇതിന് വെത്തള് എന്നാ പറയട്ടാ. വെത്തള് മീന് കണ്ട. ഇതിനെല്ലാവരും വെത്തളുണ്ട്, ചെമ്മീനും ഇടയ്ക്ക് പലവക പോലെ ചെമ്മീനും ഉണ്ടല്ലോ ഇടയ്ക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയ മീൻ വറുത്താലൊക്കെ നല്ല രുചിയുണ്ടാവും. തേങ്ങരച്ച് കറി വയ്ക്കാം, മുളകിടൊക്കെ ചെയ്യാം. നിങ്ങളൊക്കെ ഇതിനെന്താ പറയുക? വെത്തള് തന്നെയാണ് പറയേ. നന്നാക്കട്ടെ കേട്ടാ. ഞാൻ തിരഞ്ഞിരുന്നു ഇതെന്തിനാ വെത്തളും കൂന്തലും കൂടി കറി വയ്ക്കാനാ? ഇത് കറി വയ്ക്കാണ് വെത്തള്. അതിന് നാലെണ്ണം പൊയ്ക്ക് വേണമെങ്കിൽ വർക്കും ചെയ്തു. എന്തോ ഇതിപ്പോൾ എത്ര വക കാട്ടണം. ഇത് വേണമെങ്കിൽ ഒരു മുളകിടേ. എനിക്ക് മാന്തൽ വേണ്ട. എനിക്ക് മാന്തലും വേണ്ട. ഇതൊരു റോസ്റ്റ് ഉണ്ടാക്കുക. അതിനൊക്കെ പണ്ടാ ഇതൊരു റോസ്റ്റ് ഉണ്ടാക്കി. ഇതൊക്കെ കുറേശ്ശെ എങ്ങനെയൊക്കെ വെച്ചാൽ ഉണ്ടാക്കിക്കോളൂ. ഞാൻ കുളിക്കട്ടെ. ഒരു ഉള്ളി മതി. അതിനൊന്നും ഇല്ല. ഇതൊരു പലവക പോലെ കിട്ടിയത്. ഞാൻ പിന്നെ മാന്തളിക്ക് വേണ്ട വെച്ചിട്ട് വേർതിരിച്ചതാണ്. വെത്തൽ കുറച്ച് ഉള്ളാണ്ട് വറക്കാൻ വെച്ചാണ്. കറി വെച്ചിട്ട് വെറുതെ നാശമാവും. ആരാ തിന്നെ? അടുപ്പ് നമുക്ക് തേമ്പണട്ടാ. അടുപ്പ് തേമ്പാൻ വേണ്ടിയിട്ട് സിമെൻറ്റും മണലൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മൾ തന്നെ തേമ്പാൻ തീരുമാനിച്ചു. കാരണം ഇവിടെ നിന്ന് പൊളിഞ്ഞ് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഈ അടുപ്പുണ്ടാക്കൽ സാധിക്കുന്ന കാര്യമല്ല. ഇനി ഒരു 3 വർഷമായിട്ടുള്ളൂ നമ്മൾ ഈ അടുപ്പുണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും പൊളിച്ചിപ്പോൾ ഉണ്ടാക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ല. പിന്നെ എന്നും പഠിപ്പുണ്ടാക്കിയാൽ മതിയാ. ഇനി ഉണ്ടാക്കണമെന്ന് എങ്ങനെയൊന്നും ആർക്കറിയാം. പഞ്ചസാരയിൽ ആകെ ഉറുമ്പ് വന്നിട്ട് അമ്മ പഞ്ചസാര കൊട്ടിയിട്ടാണ്. അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു പഞ്ചസാര കൊട്ടിയിട്ടാൽ വെളുത്തുള്ളി വെച്ചാൽ മതിയാണ്. ഞാൻ ഒരു വെളുത്തുള്ളി വെച്ചിരുന്നല്ലോ അമ്മ ഇതില്. ആ, ഞാൻ എടുത്തിട്ട് തോലെങ്ങനെ അതുകൊണ്ട് പോയതാണ് ആ ഉറുമ്പ്. കൈ പൊള്ളിയാ ഉറുമ്പ് ഞാൻ ചൂടോടുക്ക വെച്ചപ്പോ പോയ. അല്ലല്ല, വെളുത്തുള്ളിയില് നമ്മള് വെളുത്തുള്ളി പഞ്ചസാരയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് പോകുന്നുണ്ട്. ഞാനത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയപ്പോ ശരിയായിട്ടാ. അപ്പൊ ഇനി എല്ലാവർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്. അപ്പൊ മീൻ എന്ത് ചെയ്യുന്ന അറിയാത്ത കൺഫ്യൂഷനിലാണ്. വെത്തള് നമ്മൾ കറി വെച്ചു, കറിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ അമ്മ മുളക് കറി ഉണ്ടാക്കും. എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഒരു വെർമീസെല്ലിൻ്റെ പാക്കറ്റ് പായസം വെക്കാച്ചിട്ട് കൊണ്ടുവന്നാട്ടാ. നല്ല നാര് പോലത്തെ ഒരു മുടിയുടെ കനമുള്ളൂ ഇട്ടത്. കണ്ടാ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വെർമീസെല്ലി കാണുന്നതും വാങ്ങുന്നതും. പാക്കറ്റിന് 30 റോസ്റ്റഡ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ടാ, റോസ്റ്റഡ് വെർമീസെല്ലി. എന്തായാലും ഞാനിതായിട്ട് പായസം വെക്കാൻ പോവാണ്. അപ്പോൾ പായസം വെച്ചിട്ടാണ് കേട്ടാ. കുട്ടികളുള്ള വീട്ടിലാണല്ലേ ഇതുപോലുള്ള മധുര പായസവും മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇത് ഞാൻ പ്രസീന കുട്ടികളുണ്ടല്ലോ, അപ്പോൾ പിന്നെ അവൾക്ക് കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ചെയ്യാം. കുട്ടികൾക്ക് ഇഷ്ടമാണ് പായസം. അപ്പോൾ പിന്നെ പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. പിന്നെ എന്താ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തോ മനസ്സാകെ ബ്ലാങ്ക് ആയതുപോലെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നൊരു മൂഡില്ല. മക്കളെല്ലാവരും പോയപ്പോൾ ഒറ്റയ്ക്ക് അല്ലേ ഇപ്പോൾ ഞാനുള്ളത്. വീട്ടിലെല്ലാവരും ഉണ്ട്, എന്നാലും ഒരു സുഖമില്ല. ഞാൻ പറയണത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാനും പറ്റില്ല. എന്തായാലും ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. നടക്കുന്ന പോലെയൊക്കെ നടക്കട്ടെ അല്ലേ. ഒരു മാറ്റം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക, അല്ലാതെ എന്താ പറയുക. പിന്നെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോകളിൽ പലതും. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കണ്ടവർക്ക് അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴെപ്പോഴും നമ്മൾ പറഞ്ഞു തന്നെ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സത്യം പറയുകയാണെങ്കിൽ കണ്ട എത്ര തിന്നാണ്. കണ്ടാ, എവിടെ സൂട്ടസ് ഒറ്റക്കിട്ടത്? അതൊക്കെ മുഖത്തൂട്ടാ. അച്ഛടാ, അമ്മ ഇങ്ങോട്ട് നോക്കി. നന്നായി ഋതു മൈലാഞ്ചിട്ടായി. സൂട്ടസ് ഇട്ടതാണത്ര. അവിടെ ഒക്കെ തേച്ച് ചുണ്ടും ആക്കിയിട്ടില്ലേ ഭാഗ്യത്തിന്.
അതിന് ഒറ്റയ്ക്ക് പത്തിച്ചിട്ട് കളഞ്ഞിക്കണ സൂട്ടസ് തുമ്പിനെ പുതിയതാവൂട്ടാ. നോക്കട്ടെ, നീ എടുക്കണ്ടട്ടാ. തുമ്പി ചേച്ചിയല്ല ഇട്ടത്, കുട്ടികൾ ഒറ്റയ്ക്ക് ഇടാൻ പാടില്ലല്ലോ. വല്ലാത്തൊരു കഷ്ടം. അപ്പൊ നമ്മളെ പായസത്തിന്റെ പാലൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് സേമിയാണ്ട് ഇട്ട് കൊടുക്കാം. സേമിയാണ്ട് ഇട്ട് കൊടുക്കട്ടെ. സാബൂനരി വേണ്ട, അത് വേവാനുള്ള ടൈമില്ല. ടൈം ഈസ് ഓവർ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാ, തൽക്കാലം ഇപ്പം സേമിയാണ്ട് ഇട്ട് കൊടുക്കുക. മതി, നമ്മളിപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല, എല്ലാവർക്കും ഓരോ ഗ്ലാസ്. വലിയ സേമിയെ മാത്രം ഉണ്ടാക്കി കുടിച്ചിട്ടുള്ളൂ. ഇതെന്താകുമെന്ന് പഠിച്ചവനറിയാം. നന്നായാൽ മതിയായിരുന്നു. ഇതിനി പായസം വെക്കുന്ന സേമിയാണോന്ന് അറിയില്ല. ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഉണ്ടാവും നോ ഐഡിയ. ഇപ്പൊ പ്രസിക്ക് ഇടയ്ക്ക് ഇങ്ങനെ പായസമൊക്കെ കുടിക്കുക ഒരാഗ്രഹം. പ്രസി ഇവിടെ ഉണ്ട് കേട്ടാ, പ്രസിയും കുട്ടികളും. അപ്പോൾ ഓള് കുട്ടികളെ ഇവിടെ തിരൂർ NSSലാണ് പഠിക്കുന്നത്. അവിടെ പോയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടേ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്നും പോവാം. അപ്പോൾ പുതിയങ്ങാടി വരും. അവിടെ പോയിട്ട് ഓള് സ്കൂട്ടിയായിട്ട് പോയിട്ട് കുട്ടികളെ എടുത്തോണ്ടേ ചെയ്യും. അപ്പോൾ ഓള് വരുമ്പോഴേക്ക് ഞാൻ പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞു. എന്റെ മക്കളിപ്പോ സ്കൂൾ വിട്ടു വന്നു. അഞ്ചുട്ടി ശനിയാഴ്ച വരും. ഞാനോളെ യൂണിഫോം തയ്ച്ചത് ഓൾക്ക് ഇത്തിരി ലൂസാണ്, ഒന്ന് ടൈറ്റ് ആക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറയുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം വന്നിട്ട് ശനിയാഴ്ച ടൈറ്റാക്കി പോവാന്ന്. ഇത് കുടിക്കാൻ നല്ല സോഫ്റ്റ് ആവൂട്ടാ. വെള്ളിയാഴ്ച വരാൻ, ശനിയാഴ്ച ട്യൂഷൻ ഉണ്ടാവൂല. അപ്പോൾ വെള്ളിയാഴ്ച വന്നിട്ട് ശനിയാഴ്ച പോവാൻ. ഓളെ യൂണിഫോം ഒന്ന് ടൈറ്റ് ആക്കാനൊക്കെ ഉണ്ടാവും. എപ്പോഴായാലും എന്തേ വെള്ളം തട്ടിയാ? സാരില്ല, ഒക്കെ തട്ടിക്കളഞ്ഞില്ലേ. അമ്മ കുടിക്കാത്ത വെള്ളമൊക്കെ ഇവിടെ ഒരാള് തട്ടിക്കളഞ്ഞ അതിനെടുക്കല്ലേ, അത് നല്ലതാണ്. അത് പറഞ്ഞ കാര്യമില്ല, നിലത്ത് പോയ വെള്ളല്ലേ. ആരാ പറ വെള്ളം തട്ടിയത്? എന്നെ പിടിച്ച് പോലീസിൽ അടക്കിട്ടാ, അടക്കട്ടെ. പോലീസിൽ തൊപ്പിയാണ്. പണി ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ സേമിയ പെട്ടെന്ന് തന്നെ വേവണുണ്ട് കേട്ടോ. അധികം നേരമൊന്നും വേണ്ടത് വേവിക്കാൻ. എനിക്ക് തോന്നുന്നു ഇത് ബേക്കറിമൊക്കെ കിട്ടലില്ലേ, ഒരു കൂടുണ്ടാക്കിയ പോലത്തെ അങ്ങനത്തെ ഒക്കെ സേമിയാണെന്നാ തോന്നുന്നത് കണ്ടിട്ടേ. അപ്പോൾ ഇതുകൊണ്ട് പായസം വെച്ചത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനത്തെ സേമിയ അപ്പോൾ നമ്മൾ ഇറക്കാനായപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡും കൂടി ചേർത്താൽ നല്ല അടിപൊളി മധുരമുള്ള പായസമായി കിട്ടും. അപ്പോഴാണ് ആ പായസത്തിന് കുറച്ചധികം ടേസ്റ്റ് ഇല്ലേ. ഇത് കാരമലൈസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞങ്ങൾ തൽക്കാലത്തിനുള്ളൊരു പായസം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തില്ല. വെറുതെ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരങ്ങളിൽ ഇതൊക്കെ ആയിരുന്നു വൈകുന്നേരത്തെ പരിപാടി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കരുത് കേട്ടോ. പൂവി പായസം, അതിന് വാലേറ്റ് ഇത്തിരി നെയ്യിടും. അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യ് കുറച്ച് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രസി നമ്മളുടെ പായസത്തിലേക്ക് നെയ്യ് ഒഴിക്കുകയാണ് ഫ്രണ്ട്സ്. ഇവിടെ ഒരു വയസ്സൻ ഫാൻ ഉണ്ട്, അതുകൊണ്ട് അന്ന് ഇവിടെ പുതിയൊരു TV ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോളൂ. ഇതെന്താ പൗഡർ ഇടണ്? ഗ്ലാസുകൾ ചൂടാണ്. ഈ ഒരു ഇതെടുത്തിട്ട് അതിൽ കൊണ്ടുവച്ചാ ഇത് വേണ്ട പായസം. ഋതു തിന്നാ കൊട്ടത്തെ അത് കൊണ്ടുവച്ചാ സൂപ്പറാണ്. ഇവിടെ തിരക്ക് കൂട്ടാണ് കേട്ടാ. അപ്പൊ ഒഴുക്കി അറിഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്ത് പണി ചെയ്ത്, ഞാനിതാ കിണ്ണത്ത് പറഞ്ഞിന് ചൂടാറാന്. അങ്ങള് വരാത്തോണ്ട് തന്നെ കുട്ടിക്ക് കൊടുക്കാത്തത്.
കുട്ടി ഇവിടെ കാവലാണ് ഒഴിക്കാനിട്ട് ചൂടാറ് അങ്ങോട്ട് നോക്കണ ഈ പൗഡർ ഇട്ടിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എങ്ങനെ പൗഡർ ഇട്ടത് കാസും പിടിച്ചിട്ടായിരിക്കണേ ഇപ്പൊ തരട്ടാ മേമര് ചങ്കുട്ടിക്ക് ഇപ്പൊ തരാ ചൂടാണ് മുത്തേ നോക്കട്ടെ ഇങ്ങോട്ട് കൊണ്ടാ പാത്രം കൊണ്ടാ ചൂടാറിണ്ടാവില്ല ഇപ്പൊ അവിടെ വെക്ക് ക്ലാസ് അവിടെ വെക്ക് കുടിച്ചോ ഇനി ഒരു ഗ്ലാസും കൂടി എടുത്തു തരണോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ കളയല്ലേ ഇങ്ങോട്ട് വായോ